ലോകത്ത് ഏറ്റവും മഹത്വമുള്ള അമലേതാണ്? ആ അമലിന്റെ മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഓ സുഹൃത്തുക്കളെ, അത് സ്വലാത്തിന്റെ മജ്ലിസാണ്. കാരണം സ്വലാത്ത് ആരുടെ പേരിലുള്ളതാണ്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ളതാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഇദാ അറാദ ബിഅബ്ദിഹി ഖൈറൻ അന്നല്ലാഹു തആല ഇദാ അറാദ ബിഅബ്ദിഹി ഖൈറൻ, അല്ലാഹു തആല തന്റെ അടിമക്ക് വലിയ ഒരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, വലിയ ഒരു ഖൈർ അല്ലാഹു തആല തന്റെ അടിമക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ ആ അടിമക്ക് വലിയ സമ്പത്ത് നൽകും എന്നല്ല, വലിയ വീട് നൽകുമെന്നല്ല, വലിയ വാഹനം നൽകുമെന്നല്ല. ഒരു അടിമക്ക് അല്ലാഹു തആല വലിയ ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ ആ അടിമയുടെ നാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആ അടിമയുടെ നാവിന് അല്ലാഹു തആല അവസരം നൽകും കേട്ടോ. എപ്പോഴും നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന നാവ്. ചില ആളുകളെ കണ്ടില്ലേ നിങ്ങൾ? എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ചില സ്ത്രീകളെ കണ്ടില്ലേ? കൈവിരലിൽ കൗണ്ടറുകൾ ഉണ്ടാകും. ചില പുരുഷന്മാരെ കണ്ടില്ലേ? കൗണ്ടർ ഉണ്ടാകും. ഇനി കൗണ്ടർ ഇല്ലെങ്കിൽ തന്നെ ചില സ്ത്രീകളുടെയും ചില പുരുഷന്മാരുടെയും ചുണ്ട് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. എന്താണത് ചലിക്കാൻ കാരണം? ആ ചുണ്ടിലൂടെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തേ കാരണം? അവർക്ക് അല്ലാഹു തആല വലിയ ഖൈർ നൽകിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇത് പറഞ്ഞ ഉടനെ മഹാന്മാർ പറയാണ്, വഇദാ അറാദ ബിഅബ്ദിഹി ശർറാ. ഇബ്നുൽ ജൗസി എന്നവർ പറഞ്ഞതാണത്. ഒരു അടിമക്ക് അല്ലാഹു തആല വലിയ ഷർറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, വലിയ ഷർറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഹബിസ ലിസാനഹു അനിസ്വലാത്തി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ നാക്കിനെ അല്ലാഹു തആല പിടിച്ചു വെക്കും. സ്വലാത്ത് ചൊല്ലാൻ അവസരം കൊടുക്കൂല. മുസ്ലിമീങ്ങളിൽ തന്നെ രണ്ട് വിഭാഗത്തെയല്ലേ കാണാൻ കഴിയുന്നത്? ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു വലിയ ഖൈർ കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. വേറെ ചില ആളുകൾ മുസ്ലിംകൾ തന്നെയാണ്, സ്വലാത്തിന്റെ സദസ്സിൽ അവരെ കാണൂല. പള്ളിയിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവർ വിവാദമുണ്ടാകും. ഇതുപോലെ സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അവരെ കിട്ടൂല. അതിന്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ, ചില അടിമകളിൽ അല്ലാഹു തആല ശർറ് തേടിച്ചിട്ടുണ്ടെങ്കിലോ ഹബിസ ലിസാനഹു, അവരുടെ നാവിനെ അല്ലാഹു തആല പിടിച്ചു വെക്കും. അവരുടെ ആ നാക്കുകൊണ്ട് അവർക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല കേട്ടോ. നമ്മൾ നിത്യമായും സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാകണം. ഇത്